ഹലോ, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ നടച്ചാല മാവിനെ കുറിച്ചിട്ടാണ്. ഈ മാവിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അന്ന് ആദ്യമായിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 കായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് നമുക്ക് എടുത്തിരുന്നു, നമ്മൾ പിന്നെ പറഞ്ഞിരുന്നു അത് നന്നായി കായ്ക്കുന്ന സമയത്ത് വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അതുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയാണ്. പിന്നെ ഇതിനകത്ത് ഇതാണ്ടില്ലേ, ഇപ്പം നിറയെ കായ്ച്ചിട്ടുണ്ട്, നിറയെ കൊലകൊലയായിട്ട് കായ്ച്ചിട്ടുണ്ട്. കുറേ അണ്ണയൊക്കെ തിന്ന് കളഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, അവർക്കും വേണമല്ലോ. ഓക്കെ, അപ്പം നമ്മളത് ഇന്ന് വലിക്കാൻ പോവുകയാണ്. ഇതാ ഒക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. കുറച്ചെണ്ണം അവർ കഴിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമുക്കും കഴിക്കണ്ടേ. നല്ലോണം മൂത്തിട്ടുണ്ട്. ഇന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ രീതിയിൽ വെച്ചാൽ കുറച്ചും കൂടി നല്ല കളറ് കിട്ടും ഇതിന്. എങ്ങനെ വെച്ചാൽ ഈ നമ്മുടെ വട്ടിയിൽ അല്ലെങ്കിൽ മുറത്തിൽ വലിയ മുറവില്ല, അല്ലെങ്കിൽ വട്ടിയാണ് സാധാരണ ചെയ്യുക. അതിൽ വയക്കോലൊക്കെ ഇട്ട് കൊന്നപ്പൂവിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറ് വരും. ഇത് നടിച്ചാൽ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. നല്ല മധുരമാണ്. പച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ല, പക്ഷേ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ല മധുരമാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് എല്ലാവരും ഓരോ ഒട്ട് തൈ വയ്ക്കുക. അല്ലാതെ മുളച്ചിട്ടുള്ള വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ സ്ഥല സൗകര്യമുള്ളവർക്ക് വെക്കാം. അല്ലാത്തവർ ഒട്ട് തൈ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു 2 വർഷം 2.5 വർഷം ആകുമ്പോഴേക്കും നന്നായി കായ്ക്കും. എന്താണ്ടില്ലേ, കുറേ വലിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഉണ്ടോ, നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. കുറേ എണ്ണം പഴുത്ത തന്നെയുണ്ട്. ഇതെല്ലാം പഴുപ്പിക്കാൻ വെക്കണം. ഓക്കെ, എന്തായാലും ഒന്ന് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് വേണം വെക്കാൻ. കാരണം അതിൽ ചുണങ്ങൊക്കെ ഉണ്ട്. ഓക്കെ, കഴുകി വെച്ചാൽ പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ പിന്നെ വീണ്ടും കഴുകേണ്ട കാര്യമില്ലല്ലോ. വീട്ടിലെ ആണെങ്കിലും ഒന്ന് കഴുകി കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക്. ഓക്കെ, വരൂ. ഇതിൻ്റെ പരിചരണം ഞാൻ വിട്ടുപോയി. ഇതിൻ്റെ പരിചരണം നമ്മൾ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും എല്ലാ ചെടികൾക്കും ചെയ്യുന്ന മാതിരി തന്നെയാണ്. ജൈവമായിട്ടാണ് നമ്മൾ ചെയ്യാറ്. രാസവളമൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. മെല്ലെ അത് വളരുള്ളൂ. പക്ഷേ ഒരുപാട് എന്താ പറയുക, ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നല്ല ഫ്രൂട്ട്സ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇപ്പം ഞാനിവിടെ വീട്ടിൽ കുറേ മാവും തൈ വെച്ചിട്ടുണ്ട്. കുറേ എണ്ണം ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട്. താഴെയും ഒരു 5-8 എണ്ണം വെച്ചിട്ടുണ്ട്. പക്ഷേ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ താഴെ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അതിന് വളരാനും എല്ലാവരും നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഏത് ചെടിയാണെങ്കിലും ശരി, നമ്മൾ പ്രൂണിങ് മസ്റ്റാണ്. അല്ലെങ്കിൽ അങ്ങനെ ഉയരത്തിൽ പോവും. അതും ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷനിൽ ചെടികളൊക്കെ വലുതായാൽ അത് വലിക്കാനോ എല്ലാറ്റിനും ഒരാളെ ആശ്രയിക്കണം. ഇപ്പോൾ പ്രൂൺ ചെയ്ത് ഒരു ലെവലിൽ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൈകൊണ്ട് വലിക്കാം, അല്ലെങ്കിൽ ചവിട്ടി കൊണ്ട് വലിക്കാം. വീട്ടിലുള്ള സ്ത്രീകൾക്കും കൈകാര്യം ചെയ്യാം പെട്ടെന്ന് വേണം പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും അത് പ്രൂണിങ് മസ്റ്റാണ്. അത് ഇപ്പോൾ നമുക്ക് പ്രൂൺ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. ഒരുപാട് മഴയില്ലാത്ത സമയത്ത് പ്രൂൺ ചെയ്തിനെങ്കിൽ പുതിയ തളിരും ഇപ്പോൾ കൊയ്യ അങ്ങനത്തെയൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തുകയാണ് ഏറ്റവും ബെസ്റ്റ്. എല്ലാ ചെടികളും. ഓക്കെ, പിന്നെ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ആർക്കൊക്കെ ഏതൊക്കെ മാവുകളൊക്കെ വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഏതൊക്കെ ടൈപ്പ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കിളിമൂക്കനുണ്ട്, ബനാന മാംഗോ ഉണ്ട്, അങ്ങനെ കൽപ്പൂരം, കാലാപ്പാടി, അങ്ങനെ കുറേ വെച്ചിട്ടുണ്ട്. നടശാല, പിന്നെന്താ ഗുദാഗത്ത്, അൽഫോൺസ, അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട്. പിന്നെ കൈരളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഇനം മാവും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഏതൊക്കെ ടൈപ്പാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ബൈ.